നമ്മൾ വന്നപ്പോ കോടമഞ്ഞിറങ്ങി വരണം. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ഇതാ നോക്ക്, കോടമഞ്ഞിറങ്ങിപ്പോ നോക്ക്, അടിപൊളി. അതും ഫീൽ ചെയ്യാൻ പറ്റി കേട്ടോ. കോടമഞ്ഞാണോ മേഘം ഇടിഞ്ഞ് താഴെ വീഴുന്നതാണോ? ദേ പോണുണ്ടോ? എന്റെ പൊന്നു, സൂപ്പർ. മുകളിൽ നിന്നും താഴെ നിന്നും 4 സൈഡിൽ നിന്ന് കോട വന്ന് നമ്മളങ്ങ് മൂടിയേ. ദേ എൻ്റെ പുറകില് മേഘമലയിലെ ഐക്കോണിക് ആയിട്ടുള്ള റിസർവോയർ ആണ് കേട്ടോ കാണുന്നത്. എന്ത് രസമുള്ള ഫ്രെയിമെന്ന് നോക്കിയേ, അടിപൊളി. കുമളി തേക്കടിയിൽ വരുന്നവർ മസ്റ്റായിട്ട് വന്ന് കാണണേ. ഈ ട്രിപ്പ് ഗംഭീരമായത് ഇങ്ങോട്ട് വരുമ്പോഴാണ്. ഇനി ബാക്കി കാഴ്ചകളും കൂടെ നമുക്ക് പോയി നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഗവി വഴി കുമളിയിൽ വന്ന് കുമളിയിൽ ഇന്നലത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ സ്റ്റേ ചെയ്ത് റൂം ഇതാ അവിടെയാണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ട്. നാളെ നല്ലൊരു വീഡിയോ എൻ്റെ കാണിക്കാം. എന്നിട്ട് വണ്ടിയൊക്കെ ഒന്ന് നീറ്റാക്കി നമ്മൾ ഇന്നിപ്പോൾ മേഘമലയിലേക്ക് കമ്പം തേനി മുന്തിരിത്തോട്ടം കാണാനായിട്ടൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മേഘമലയ്ക്ക് എങ്ങനെ പോവാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെയുള്ള നമുക്ക് വഴിയുള്ള വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും കൂടെ പോകുന്നുള്ളൂ. നമുക്കൊരു അടിപൊളി യാത്ര ചെയ്യാം. ഓക്കേ. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഒരു ശരവണാസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. നമുക്ക് വന്നിട്ടുണ്ട് ഫുഡൊക്കെ. എങ്ങനെയുണ്ട് മോനെ, കൊള്ളാവോ തൊപ്പി ദോശ? നമ്മൾ ഈ ശരവണാസിൽ കയറി ദോശയൊക്കെ കഴിച്ചു. ദോശയും നെയ് റോസ്റ്റും മസാല ദോശയും കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ചായ ഒന്നുമില്ല കേട്ടോ, ഗ്യാസിൻ്റെ പ്രശ്നം കാരണം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇത് കുമളി ടൗൺ തന്നെയാണ് കേട്ടോ. കുമളി ടൗണിന് ജസ്റ്റ് മുന്നിലോട്ട് പോകുമ്പോൾ നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് കയറുകയാണ്. നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് മധുരൈ 138, ചെന്നൈ 559 എന്നൊക്കെ ബോർഡ് എഴുതി വെച്ച് തമിഴ്നാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ചെക്ക് പോസ്റ്റ്. കുമളിയിൽ നിന്ന് താഴേക്ക് ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഹൈ റേഞ്ച് ആണ് കേട്ടോ. ഹൈ റേഞ്ച് നമ്മൾ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുക. വെള്ളച്ചാട്ടമൊന്നും ഇല്ല ഇപ്പൊ. തേനി ജില്ലാ പോലീസ് അറിയിപ്പ്, അപകട മേഖല. പിന്നെ മുല്ലപ്പെരിയാറിന്ന് വെള്ളം മുല്ലപ്പെരിയാറിന്റെ വെള്ളം വരുന്ന വഴിയാണിത്. വെള്ളം ഇല്ല അതിനകത്ത്. മുല്ലപ്പെരിയാറിലെ വെള്ളം തുറന്നു വിടുമ്പോൾ അതിലെ വെള്ളം വരും. ഈ റോഡൊക്കെ ഞാൻ ഇതിനു മുമ്പും വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, അറിയാം. മേഘമലയാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആ സൈഡ് വ്യൂ നോക്കിയേ, കൊക്കയാണ് കൊക്ക. ഇതാണ് ആ പെൻ സ്റ്റോക്ക് പൈപ്പ്. ഇത് കണ്ടോ, ഈ പൈപ്പുകളിലൂടെയാണ് മുല്ലപ്പെരിയാറിന് വെള്ളം തമിഴ്നാട്ടിലേക്ക് വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു. താഴോട്ട് നല്ല കുഴിയാണ്, നല്ല കുഴി. ഈ വളവിന് എന്തോ ഒരു പേര് പറയാം കേട്ടോ. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഹെയർപിൻ വളവാണ്. അതിൻ്റെ കൂടെ ഒരു ക്ഷേത്രമല്ല, ക്രിസ്ത്യൻസിന്റെ ചർച്ചാണല്ലേ. ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ചേർന്ന്. ഒരു ക്ഷേത്രമുണ്ട്, ഒരു കുരിശടിയുണ്ട്. അതുകൊണ്ട് പെൻഷൻ പൈപ്പ് നമുക്ക് വീണ്ടും കാണാം. ഈ വളവ് എടുത്തു വരുമ്പോൾ വീണ്ടും അത് കാണാൻ പറ്റും. ലോവർ ചെക്ക് പോസ്റ്റാ ഈ സ്ഥലമാണ്. ലോവർ ക്യാമ്പ്. ഇവിടെയാണ് മ്യൂസീഷ്യൻ ഇളയരാജയുടെ വീട് വരുന്നത്. ഇവിടെയാണ് കേട്ടോ. എവിടെയാണ് എന്നുള്ളത് കറക്റ്റ് നമുക്കറിയത്തില്ല. ഈ ഭാഗത്ത് എവിടെ ആണെന്നുള്ള അറിയാം. ആ ഹൈ റേഞ്ച് ഹെയർ പിന്നൊക്കെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തമിഴ്നാടിന്റെ വിശാലമായ കൃഷിയുടെ, ഇന്നലെ നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ടില്ലേ രാമക്കൽമേട് പോയപ്പോഴും, ആ കൃഷിപ്പാടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കംപ്ലീറ്റ് വാഴ, തെങ്ങ്, കരിമ്പ് എന്ന് വേണ്ട എന്തൊക്കെ ആയിട്ട് കംപ്ലീറ്റ് സ്ഥലം അവര് കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ ഈ മുല്ലപ്പെരിയാറിന്ന് വെള്ളം താഴെ കൊണ്ടുവന്ന് അവർ കൃഷി ചെയ്യുക, അല്ലാതെ പാഴാക്കി കളയല്ല. കംപ്ലീറ്റ് ഇതാ മുന്തിരിത്തോട്ടമാണ് ഇവിടെ വലതുവശത്തൊക്കെ. നമുക്കൊരു നല്ലൊരു മുന്തിരിത്തോട്ടം നോക്കി ഇറങ്ങാം. തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങി കുറേ ഓടി വന്നപ്പോൾ കമ്പത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. കമ്പത്തിന് അടുത്താണ്. അപ്പോഴാണ് നമ്മൾ ഈ മുന്തിരിത്തോട്ടം കാണുന്നത്. ഇവിടെ മുമ്പും ഞാൻ വന്നിട്ടുണ്ട്. ജെനീസ് എന്ന് പറഞ്ഞ ഒരു സൈഡിൽ, MSR എന്ന് പറഞ്ഞ് ഈ ഓപ്പോസിറ്റ് സൈഡിലും. അങ്ങനെ രണ്ട് തോട്ടങ്ങളല്ല, ഇവിടെ മൊത്തം തോട്ടങ്ങൾ തന്നെയാണ്.
ഇവിടെ രണ്ടും നമുക്ക് മുന്തിരിത്തോട്ടം കയറി കാണാൻ പറ്റും, കാണാനും ഫോട്ടോ എടുക്കാനും മുന്തിരി വാങ്ങാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് പോയിട്ട് നമ്മുടെ ജിയോ മച്ചാൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ. ജിയോ മച്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോയാണ് അതായത്. ജിയോ മച്ചാനെ ഹായ്. നമ്മൾ ഇതിനകത്ത് കൂടെ അകത്തോട്ട് നടന്നു പോകണം, അപ്പോഴും നമുക്ക് മുന്തിരി ഉണ്ടെങ്കിലും മുന്തിരി കാണാം. ഇത് കണ്ടോ, മുന്തിരി ഇവിടെ പിടിച്ചു വരുന്നതേ ഉള്ളൂ, പിഞ്ച് മുന്തിരിയ, പരുവം ആയിട്ടില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം തോട്ടമാവുകൊണ്ടേ ഇവർ പാകമായി കിടക്കുന്ന മുന്തിരി ഉള്ള സ്ഥലത്തേക്ക് ആൾക്കാരെ വിസിറ്റ് ചെയ്യാനുള്ള ഏരിയ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും, മാറ്റി മാറ്റി ഇങ്ങനെ കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും താണ്ട ഇതിപ്പോൾ കണ്ടോ, അത്യാവശ്യം പാകമായി വന്ന് തുടങ്ങിയ മുന്തിരി അതിനകത്ത് കാണുന്നത് കണ്ടോ. ഇങ്ങനെ അകത്തോട്ട് നടന്നു പോകണം. ഇവിടെ ബിൽഡിങ്ങൊക്കെ പുതുക്കി പണിയുന്നു. മുമ്പ് വരുമ്പോൾ ഇതൊന്നും അല്ലായിരുന്നു ബിൽഡിങ്. ഇതാ കണ്ടോ മുന്തിരി പിടിച്ച് നിൽക്കുന്നത് കണ്ടോ. ഇതിനകത്തോട്ട് പോയിട്ട് നമുക്ക് മുന്തിരി ഉള്ള ഏരിയ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ ഇതൊക്കെ പറ്റും. അപ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ടോ ഒരു ചിമ്പൻസി അല്ലല്ലോ, ഗൊറില്ല ലൈറ്റുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതിനകത്തോട്ട് കയറിപ്പോവാം. ഇതിനകത്താണെന്ന് തോന്നുന്നു ഇപ്പോൾ മുന്തിരി ഉള്ളതല്ല, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പുറ സൈഡിൽ കൂടെ പോകണം. ഇതിനകത്ത് മുന്തിരിയുടെ മുകളിൽ കുറേ ആക്ടിവിറ്റി ചെയ്യാനുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി കേട്ടോ, നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. അതിന് മുകളിൽ കൂടെ സൈക്കിൾ ഓട്ടി പോവാം. അങ്ങനെ വന്നതാണ്. ഇതിനകത്ത് കൂടെ ഇറങ്ങി നടന്ന് വേണം നമുക്ക് അതിനകത്തേക്ക് പോകാം. ഇതൊക്കെ കണ്ടോ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. മുന്തിരി വിളവെടുത്ത് കുറേ കാലം കഴിയുമ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതിനകത്ത് കിളിച്ച് വരും. ഇങ്ങനെ കിളിച്ച് വന്ന് അതിലാണ് വീണ്ടും മുന്തിരി ഉണ്ടാവുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം പഴുത്ത് പറിക്കാനുള്ള പരുവത്തിലായി നിൽക്കുക. മുന്തിരിക്കുള്ള ജലസേചനം നടത്തുന്നുണ്ടോ, ആ മുന്തിരിയുടെ മൂട്ടിലേക്ക് തന്നെ വെള്ളം വീഴും. ഇങ്ങനെ ഓരോ മൂട്ടിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓരോ പൈപ്പിട്ട്. ഈ വലിയ ഹോസിൽ കൂടെ പോയിട്ട് ചെറിയ ഈ പൈപ്പിൽ കൂടെ താഴേക്ക് വീഴും. മുകളിൽ കൂടെ ഒരു സൈക്കിൾ പാഞ്ഞു പോയി. MSR ഗ്രേപ്സ് വ്യൂ പോയിന്റ്. ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസ് കിട്ടും അവിടെ. നമുക്ക് അതൊക്കെ വാങ്ങിച്ച് കുടിച്ച് നമുക്ക് ഈ മുന്തിരി തോട്ടത്തിനകത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഇനി അകത്തോട്ടൊക്കെ നടന്നു പോവാം. ഇവിടെ ആൾക്കാർ ഇന്ന് മുന്തിരി പറിക്കുന്നു, അതൊന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. നമ്മൾ അകത്തോട്ട് വരുമ്പോൾ ചേച്ചിമാരിൽ നിന്ന് ഇവിടെ മുന്തിരി കട്ട് ചെയ്യും. എങ്ങനെയാ ചേച്ചി കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചേ. ഇതാ ആ കത്രിയൊക്കെ എടുത്തിട്ട് ഇതിനകത്ത് കേടുള്ളത് കട്ട് ചെയ്ത് കളയും അല്ലേ. ക്ലീൻ ചെയ്ത് ഈ ബോക്സിനകത്തേക്ക്. നല്ലത് മാത്രമേ എടുത്ത് സെയിൽസിന് വരുള്ളൂ അല്ലേ. ഇതെന്താണ് ഈ വൈറ്റ് കളറിൽ ഇതിനകത്ത് ഈ പൗഡർ പോലെ ഇരിക്കുന്നത്? മരുന്നടിക്കുന്ന വല്ലതും? അത് ശരിയാ. വാഷ് ചെയ്തിട്ട് വേണമല്ലേ കഴിക്കാൻ? சால்ட் போட்டு கல்லுப்பு போட்டு க்ளீன் செஞ்சு சாப்பிடுது. അല്ലാതെ ഇതിൽ നിന്ന് പറിച്ച് കഴിച്ചു കഴിഞ്ഞാല് പ്രശ്നമാണ്. ഇതിൽ നിന്ന് ഡയറക്റ്റ് അല്ലേ? ഡയറക്റ്റ് ആണത് ക്ലീൻ ചെയ്ത് വാട്ടർ വാഷ് பண்ணிட்டு. ചേച്ചിയുടെ പേരെങ്ങനെയാ? ചേച്ചിയുടെ പേര് ഭുവന. ചേച്ചിയുടെ പേരോ? ഹംസമണി. അപ്പോൾ ഈ ചേച്ചിമാരാണ് കേട്ടോ നമുക്കിത് പറഞ്ഞു തന്നത്. അപ്പോൾ കണ്ടോ ഇതിനകത്ത് ഒരുപാട് പേര് നിന്ന്. എത്ര പേരുണ്ട് നിങ്ങൾ ഈ തോട്ടത്തിലെ പണിക്കാർ? പണിക്കാർ 25 പേര് இருக்கோம். இப்போ பாதி பேர் கீழே பாதி பேர் வேலை செய்றாங்க வேற തോട്ടത്തിൽ. എല്ലാ സമയത്തും ഈ തോട്ടത്തിനകത്ത് മുന്തിരി ഉണ്ടാവും? എല്ലാ വർഷത്തിലെ എല്ലാ ദിവസവും? എല്ലാ നാളും സീസൺ ആണല്ലേ. അപ്പോൾ ഓക്കെ, നിങ്ങളെ പണി നടക്കട്ടെ, നമ്മൾ പോയിട്ട് വരാം. ശരി. അവിടെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പബ്ലിക്കിനെ കയറിക്കൂടാ. പബ്ലിക്കിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഏരിയയൊക്കെ ഒരുക്കിയിരിക്കുന്നത്, ഫോട്ടോ എടുക്കാൻ. നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് പോയതുകൊണ്ട് നമുക്ക് അകത്ത് കയറി പോകാൻ പറ്റും. മുന്തിരിക്ക പറിക്കാൻ പറിച്ചാല് 500 രൂപ കൊടുക്കണം അല്ലേ. അപ്പൊ മുന്തിരിങ്ങ പറിക്കരുത്, നമ്മൾ ഫോട്ടോ എടുത്ത് കാണാം കേട്ടാ. ആരും മുന്തിരിങ്ങ പറിക്കരുതെന്ന് പറയും. അതാ കണ്ട, മുന്തിരി പറിക്കരുത്, ഫൈൻ $500. ഇതിനകത്ത് ഈ കൗണ്ടറിൽ വന്നാൽ നല്ല ഫ്രഷ് മുന്തിരി ജ്യൂസ് കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് മുന്തിരി ജ്യൂസ് ഒരെണ്ണം കുടിക്കാം. എത്ര പേരുണ്ട്? എത്ര ജ്യൂസ് വേണം? 5 ജ്യൂസ് എടുക്കും. 4 ജ്യൂസ്. ഇവിടെ ഇങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസിനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. മുന്തിരിത്തോട്ടത്തിന് മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. ഇതൊക്കെ പുതുതായിട്ട് ഇവിടെ വന്നതാണ്. മുമ്പ് ഞാൻ വരുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ മുന്തിരിത്തോട്ടം കയറി കാണുക, മുന്തിരി ജ്യൂസ് കുടിക്കുക, ഫോട്ടോസ് എടുക്കുക, പോവുക, അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. മുന്തിരി ജ്യൂസിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി
ഫോട്ടോസൊക്കെ എടുത്ത് വരാം. കണ്ടോ, ഇങ്ങനെ ഒത്തിരി പേര് വന്ന് ഇതിനകത്ത് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ വന്നിരിക്കും ഓരോ ബെഞ്ച് പിടിച്ചിട്ട് മുന്തിരിത്തോട്ടത്തിനിടയിൽ ഫോട്ടോ എടുക്കാനും മുന്തിരിക്കുല പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് നമുക്കും കുറച്ച് ഫോട്ടോ എടുക്കാം. കൊടു കരിയും. ഒരു പഞ്ചസാര ഇടാതെയാണ് കേട്ടോ ഈ ജ്യൂസ്. മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് നല്ല ഫ്രഷ് മുന്തിരി ജ്യൂസ്, അടിപൊളി ടേസ്റ്റ്. ഈ ചേച്ചിയാണ് കേട്ടോ നമുക്ക് ജ്യൂസ് അടിച്ചു തന്നത്. ഒരു ജ്യൂസിന് 40 രൂപയാണ് വരുന്നത്. ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് പോവാം. അപ്പോൾ ടാറ്റ മുന്തിരിത്തോട്ടം, ടാറ്റ ടാറ്റ പറഞ്ഞിട്ട് വന്നോളൂ. അത് കളഞ്ഞേക്കേ കപ്പ്, ഇതാ ഇതിനകത്ത് ഈ വേസ്റ്റ് ഇടുന്നതിനകത്ത് ഇടും. അപ്പോൾ നമ്മൾ തിരിച്ച് പുറത്തേക്ക് നടക്കുകയാണ്. ഈ മോട്ടറിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ പമ്പ് ഇവിടെ വെച്ചേക്കുന്നത്, കറണ്ടിന് വേണ്ടിയേ. അപ്പോൾ തിരിച്ച് നടന്ന് ഇതിനകത്തുനിന്ന് നമുക്ക് മുന്തിരിങ്ങ വാങ്ങിക്കാൻ പറ്റുമേ. മുമ്പ് ഇവിടെ മുന്തിരി തയ്യൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടെന്ന് വീട്ടിൽ വെച്ച് പൊടിച്ച് കുറച്ചായിരുന്നു. അപ്പോഴേ നമ്മൾ താമസം മാറി വാടക വീട്ടിലേക്ക് പോയത്. പിന്നെ അത് നമ്മുടെ വീട്ടിൽ വന്ന ആൾക്കാർ നോക്കാതെയൊക്കെ പോയതങ്ങ് പോയി. അതുകൊണ്ട് തൈ വാങ്ങിച്ചിട്ടാൽ പൊടിച്ചൊക്കെ വരും കേട്ടോ, കിളിച്ച് വരും. നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് നാട്ടിൽ ഇതേ മുന്തിരി വിളയിച്ചെടുക്കാനും പറ്റും. ഇത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള അറിയില്ല, എന്നാലും നല്ല മുന്തിരി വിളയിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ല മധുരമുള്ള മുന്തിരി കേട്ടോ. ഞാൻ ആ ചെടിയിൽ നിന്ന് ഒരെണ്ണം എടുത്തത് കഴിച്ചു നോക്കി അവർ തന്നത്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ മുന്തിരി തൂക്കി വാങ്ങാം കേട്ടോ. എത്ര രൂപ കേട്ടോ 1 കിലോ മുന്തിരി? 3 കിലോഗ്രാം പാക്കറ്റ് ഉണ്ടാവും, 210 രൂപ. 5 കിലോഗ്രാം ബോക്സിന് 350 രൂപ. എന്നാ 3 കിലോ ബോക്സ് എടുത്തിടുക. നല്ല മധുരമുള്ളത്. അണിയുടെ പേര് ആനന്ദക്കാണ്. എന്നെ കണ്ടാൽ മതി കേട്ടോ ഇവിടെ വരുമ്പോൾ. നല്ല മുന്തിരി, നല്ല മധുരമുള്ളത് നിങ്ങൾക്ക് തരും. ഇതാണ്ടോ, ഇതാണ് മുന്തിരിയുടെ തൈ കേട്ടോ, ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇവിടെ നട്ടിരിക്കുന്ന അതേ മുന്തിരിയുടെ തൈ തന്നെയാണ്. പോവാം. 2 സൈഡിലും മുന്തിരിത്തോട്ടം ഉണ്ട്. ഇതാണ് ആൾക്കാർക്ക് കയറി കാണാമെങ്കിൽ. ഈ കാണാൻ വരുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ട, നമുക്ക് കയറി പോകാമെന്നേ ഉള്ളൂ. അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിക്കുന്നതെന്നും പിന്നെ മുന്തിരി വാങ്ങുന്നതെന്നൊക്കെ അത് അവരതങ്ങ് മുതലാക്കിക്കോളൂ. അതാണ് അവരുടെ ബിസിനസ് തന്ത്രം. ഈ MSR ആണ് കേട്ടോ കുറച്ചും കൂടെ നല്ല. ഈ ആക്ടിവിറ്റീസൊക്കെ ഉള്ള MSRലാണ്. അതുകൊണ്ട് ഇവിടെ ഒരു പെറ്റ് ഷോപ്പും പെറ്റ് ഷോയൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കയറാൻ പറ്റും. അപ്പോൾ നമ്മളതൊന്നും കയറുന്നില്ല, നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. നല്ല വെയിലായി തുടങ്ങി കേട്ടോ. ഇവിടുത്തെ വെയിലിന് നല്ല ചൂടുണ്ട്. നമ്മൾ കുമളിയിൽ നിൽക്കുന്ന പോലെയല്ല. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്യാം നമുക്ക്. ഇവിടെയും എവിടെ ജ്യൂസ് ഷോപ്പും ഇതൊക്കെയാണ്, മുന്തിരി സെയിൽസ് ഷോപ്പും ഒക്കെയാണ്. ഇവിടെ നിന്ന് നമുക്ക് മുന്തിരി വാങ്ങാം, അകത്തുനിന്നും വാങ്ങാം. അപ്പോൾ നമ്മൾ അകത്തുനിന്ന് വാങ്ങി ഇനി നമുക്ക് പോവാം. അതാണ് ജെനീസ്. ജെനീസിലൊരു കുറച്ച് പാർക്ക് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സ്കൈ സൈക്കിളും അതൊക്കെ ഉള്ളത് MSRലാണ്. MSR നമ്മൾ കമ്പത്തേക്ക് പോകുമ്പോൾ വലത് സൈഡിലും ജെനീസ് ഇടത് സൈഡിലും ആയിട്ടാണ്. മുന്തിരി വെച്ചോ, ഒതുക്കി വേ. ഓക്കെ, വലിയ വിഷയല്ലേ എനിക്ക് എന്തോ പോകത്തില്ല. അവിടെ നിന്ന് വരുന്ന മെയിൻ ഹൈവേയിൽ വന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് റൈറ്റ് എടുക്കണം കേട്ടോ. ചിന്നമന്നൂരിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് റൈറ്റ് കയറി വേണം ചിന്നമന്നൂരിൽ പോകാം. അവിടെ പോയിട്ട് വേണം നമുക്ക് മേഘമലയിലേക്ക് പോകാൻ. പോകുന്ന വഴിക്ക് ചിന്നമന്നൂരിൻ്റെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് പാഴ്സൽ വാങ്ങിയിട്ട് വേണം പോകാൻ. കാര്യം മേഘമലയിൽ ഫുഡൊന്നും കിട്ടത്തില്ല. നമ്മൾ ചെല്ലുന്നത് അങ്ങനെയുള്ളൊരു സമയത്തായിരിക്കും. അപ്പം അവിടെ ചെന്ന് വിശന്ന് ചുറ്റിപ്പോവും. അവിടെ ബാക്കി വേറുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സ്ഥലങ്ങൾ കാണാന്നുള്ളതല്ലാതെ. ഇത് ചിന്നമന്നൂരിന് തേനി പോകുന്ന റോഡാണ് കേട്ടോ. കുമ്മിളിയൊക്കെ പോകുന്ന അങ്ങോട്ടാണ്. അപ്പോൾ ചിന്നമന്നൂർ വന്നിട്ട് തേനി പോകുന്ന റോഡെ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കർണ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കാൻ നല്ലതാണെന്നാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ കയറി വാങ്ങുക. ഈ തമിഴ്നാട് വന്ന നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ അറിയാനാണ് പാട്. അപ്പോൾ ഇത് പറഞ്ഞ് കേട്ട് നമ്മളിങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് പാഴ്സൽ വാങ്ങിയിട്ട് നമുക്ക് നേരെ മേഘമല പോവാം. അപ്പോൾ ഞാനിവിടെ കയറി പാഴ്സൽ പറയട്ടെ. ഇത് നമ്മൾ ഒരു മീൻ ഫ്രൈ, ഒരു ഊണ്, 2 ചിക്കൻ ബിരിയാണി, ഇത്രയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് അകത്ത് കൊടുത്ത് പാഴ്സൽ വാങ്ങാം.
അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുഡും വാങ്ങി, ഇലയും വാങ്ങി, ഇനി മീൻ റോസ്റ്റ് കൂടി വാങ്ങണം. അതെല്ലാം ആയിട്ട് പോവുകയാണ്. ഇതിലിനി മീനും കൂടി ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ മീനിന് 2 പീസ് മീനിന് 107 രൂപ വിലയുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ അങ്ങനെ വില കുറച്ചൊന്നും കിട്ടില്ല. ഈ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ള പോകുന്ന വഴിക്ക് കഴിച്ചിട്ട് പറയാം. കണ്ടോ, ഇവിടെ നിന്ന് കുമളിക്ക് 39 കിലോമീറ്റർ, മേഘമലയ്ക്ക് 30 കിലോമീറ്ററാണ് ലെഫ്റ്റിലോട്ട്. അപ്പോൾ മൊത്തം കുമളിയിൽ നിന്ന് 69 കിലോമീറ്ററാണ് കേട്ടോ മേഘമലയ്ക്ക്. അപ്പോൾ നമ്മൾ മേഘമലയിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്നാണോ ലെഫ്റ്റ്? അടുത്ത ലെഫ്റ്റ് ആണല്ലേ. ഇത് ബസ് സ്റ്റാൻഡ് എന്തുകൊണ്ട് കയറി പോകുന്നതാണ്. നെക്സ്റ്റ് ഉള്ള ലെഫ്റ്റേ കയറി പോകണം. നമ്മൾ ആ പോയ റൂട്ട് അതായിരുന്നു തോന്നുന്നു കേട്ടോ. കുടിക്കണ്ട. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണേ. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിച്ചാണ് മേഘമലയ്ക്ക് പോകുന്നത്. കുമളിയിൽ നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് ആണ്. നമ്മൾ ഭക്ഷണം വാങ്ങിക്കാൻ പോയിട്ട് വരുമ്പോൾ ലെഫ്റ്റ്. ഇവിടെ നിന്ന് നേരെ പോയിട്ട് വേണം നമുക്ക് ഇത് ഭക്ഷണം വാങ്ങിയത്. അതെല്ലാവരും ഒന്ന് ഓർത്തോളണം. മേഘമല 27 കിലോമീറ്റർ റൈറ്റിലോട്ട് പോകും. കാമാച്ചിപുരം 9 കിലോമീറ്റർ. ഇവിടെ വന്ന് റൈറ്റിലേക്ക് പോകണം. 34 കിലോമീറ്റർ അല്ലേ. ടീ എസ്റ്റേറ്റ് ആണ് മേഘമലയിൽ. നല്ല റോഡ് കേട്ടോ. ഇവിടുത്തെ അന്തരീക്ഷം ഭയങ്കര ചൂടാവുകൊണ്ട് ചൂട് കുറയ്ക്കാൻ വേണ്ടി റോഡിൽ ഫാൻ വെച്ചേക്കുന്നതാണ്. മോനെ അറിയായിരുന്ന? എന്തും അറിയായിരുന്നു. എന്തിനാണ് വെച്ചിരിക്കുന്ന ഫാന്? കറണ്ടിന് വേണ്ടി അല്ലേ. പതുക്കെ പതുക്കെ കറങ്ങണണ്ട. അടിപൊളിയല്ലേ. ചുമ്മാ മോനെ ഫാനല്ല, അതെ ഇങ്ങനെ ഓരോ തവണ കറങ്ങുമ്പോഴും കറണ്ട് ഉൽപ്പാദിപ്പിക്കും. നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കറണ്ട് ഇല്ലേ, ബൾബ് കത്തുന്ന ആ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനമാണ്, അല്ലാതെ ഫാനല്ല കേട്ടാ. മേഘമലൈ ഹൈവാവീസ് ലേക്ക് 26 കിലോമീറ്റർ. വെഹിക്കിൾ ചെക്ക് ചെയ്യണം പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ മേഘമലയിലേക്ക് എൻട്രി ആവുകയാണ് കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളെ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ആൾക്കാരെല്ലാം ഇറങ്ങി വണ്ടിക്കകത്തുള്ള പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് കളയും. അതായത് പ്ലാസ്റ്റിക് ബാഗ്, പ്ലാസ്റ്റിക് ബോട്ടിലുകളെല്ലാം അവരെടുത്ത് പുറത്ത് കളയും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വേണം വരാൻ. അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് വേണം വരാൻ. വേറെ ഒന്നുമില്ല. അവിടെ പിന്നെ പേരും നമ്മൾ എത്ര പേര് ഉണ്ടെന്നുള്ളത് എൻട്രി ചെയ്യണം. 5 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് ഇവിടെ നിന്ന് വരണം. 5 മണി കഴിയുമ്പോൾ ഇറങ്ങി ഇവിടെ വന്ന് നമ്മുടെ നമ്പർ ഇവിടെ പറഞ്ഞു കൊടുക്കണം. 259 നമ്മുടെ നമ്പർ, അതിവിടെ പറയണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കയറിപ്പോകണം. ഇനി കുറേ ഹെയർപിൻ വളവുകളൊക്കെ ഉണ്ടാവും മേഘമലയിലേക്ക്. നമുക്ക് എല്ലാവർക്കും പോയി കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഹെയർപിൻ കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ. 18 എണ്ണത്തിൽ ഇത് രണ്ടാമത്തെയാണ് ഇനി വരുന്നത്. 259 മറന്നുപോലെ നമ്പർ 259 259. നല്ല റോഡാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടിരിക്കുന്ന നല്ല റോഡ് തന്നെയാണ്. അപ്പൊ 259 എന്ന് പറയുമ്പോൾ അത്രയും വണ്ടികൾ മുകളിൽ കയറി പോയിട്ടുണ്ടെന്നാണോ ഇന്നത്തെ ദിവസം? ഹെയർപിൻ നമ്പർ 3